good evening, everyone. Welcome to the Journal of Icarus. Actually, just want this channel to be a journal. Actually, I mean, I just want. ഞാൻ കുറച്ച് സെൽഫിഷാണ്. ഐ വാണ്ട് മൈ ഗ്രോത്ത്. ആക്ച്വലി എൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയാണ് ഞാൻ തുടങ്ങിയത്. ഐ ഹാവൻ ട്രൈഡ് എനിത്തിങ് ലൈക്ക് ദിസ്. ഞാനത് ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ സാധനം. അപ്പോൾ എനിക്കെന്തായാലും പുതിയൊരു എൻ്റെ കംഫർട്ട് സോണിൻ്റെ പുറത്ത് വന്നൊരു കാര്യമായിട്ട് തോന്നി. അത് മാത്രമല്ല, എനിക്ക് ഇതിൽ കൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വേറെ ആൾക്കാർക്കും കുറച്ച് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഐ തോട്ട് ഇറ്റ് വുഡ് ബി നൈസ്. പിന്നെ എന്നാ ആക്ച്വലി ഒരാൾ എപ്പോഴും ഗ്രോ ചെയ്യുന്നെങ്കിൽ ആൾക്കാർക്ക് ഒരാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഹംബിൾനെസ് ആണ്. എപ്പോഴും അയാൾ എളിമ ഉണ്ടാവണം. അതല്ലാണ്ട് തന്നെ ഹംബിൾ ഇനഫ് ടു അക്സെപ്റ്റ് ക്രിറ്റിസിസംസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിസ് വിൽ ബി എ ഗുഡ് പ്ലാറ്റ്ഫോം ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസംസ്. കുറേ ആൾക്കാർ എനിക്ക് എന്തായാലും എന്നെ ക്രിറ്റിസൈസ് ചെയ്യണം. ബിക്കോസ് ഐ ടേക്ക് ഇറ്റ് ഇൻ എ ഗുഡ് വേ. അത് ഞാനപ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുള്ള ക്രിറ്റിസിസംസ് ആണെങ്കിൽ അതിൽ നിന്ന് എടുത്ത് ചെയ്താൽ ഐ വിൽ ഓൾസോ ഇമ്പ്രൂവ്. എൻ്റെ ടോക്കിംഗ് സ്റ്റൈൽ വിട്ടിട്ട് എൻ്റെ പ്രസൻറ്റേഷൻ രീതിയാണെങ്കിലും ഞാൻ ചെയ്യുന്ന വേറെന്ത് കാര്യമാണെങ്കിലും ഐ തിങ്ക് യു ഗൈസ് ക്യാൻ ഹെൽപ്പ് മീ ഇൻ ദാറ്റ്. അതുമാത്രമല്ല, തിരിച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലും ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്നാൽ ഐ തിങ്ക് വി വിൽ ബി വെരി പവർഫുൾ. ഓക്കെ, ആൻഡ് ദിസ് തിങ് വിൽ ഓൾസോ വർക്ക് ആസ് മൈ ജേർണൽ. എനിക്കിപ്പോൾ ഇത് എൻ്റെ ലൈഫിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ എനിക്ക് മാർക്ക് ചെയ്യാനും എൻ്റെ തോട്ട്സൊക്കെ എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ജേർണൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ആക്ച്വലി എനിക്ക് കുറച്ചും കൂടെ അക്കൗണ്ടബിൾ ആവണം എന്നുണ്ട് ലൈഫിൽ. ഞാനിപ്പോൾ ആക്ച്വലി ഐ എം നോട്ട് ദാറ്റ് അക്കൗണ്ടബിൾ. എനിക്കിപ്പോൾ അക്കൗണ്ടബിലിറ്റി കുറവാണ്. ഐ വോണ്ട് ടു ബി മോർ അക്കൗണ്ടബിൾ. എനിക്ക് ആക്ച്വലി ടൈം പോകുന്ന വേഗത അറിയാൻ പറ്റുന്നുണ്ട് ലൈഫിൽ. ടൈം എത്ര വേഗമെന്നാണ് പോകുന്നത്, ആഴ്ചകൾ, മാസങ്ങൾ. പക്ഷേ എനിക്കതിൽ ഓരോ സമയമാണെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എനിക്കൊരു കുറച്ച് അക്കൗണ്ടബിലിറ്റി വേണമെന്നുണ്ട്. ലൈക്ക് ഈവൻ ദോ ലൈഫ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ട് ബേസിക്കലി. പിന്നെ ആക്ച്വലി എനിക്ക് കുറച്ച് സ്കിൽസൊക്കെ ഞാൻ ഷാർപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊക്കെയും കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ഗ്രോത്ത് ആവും, എനിക്കൊരു ഭയങ്കര ഒരു ഗ്രോത്ത് ആവും. ആക്ച്വലി ഞാനിപ്പോൾ ഒരു ഗാർഡനിലാണ് ഉള്ളത്. ദിസ് ഈസ് ലൈക്ക് ഇതൊരു പ്രതിമയാണ് പട്ടിയുടെ. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ദിസ് ഈസ്, ബട്ട് കുറച്ച് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഇതിൻ്റെ മുന്നേ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ എനിക്ക് എന്നാ ഇഷ്ടപ്പെട്ട കാര്യമാണ് ബുക്ക് വായിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഞാൻ കുറച്ച് കാലമായിട്ട് ലൈക്ക് ഐ ജസ്റ്റ് ഗോട്ട് ഇൻ ടു സോഷ്യൽ മീഡിയ. ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ഞാൻ കുറച്ച് വാല്യൂ പുറത്തോട്ട് കൊണ്ടുവരാനാണ്. പക്ഷേ ഐ വാസ് കോൺസ്റ്റൻ്റ്ലി ഫീഡിങ് ഇൻ ടു റീൽസ് ആൻഡ് സ്റ്റഫ്. ഇതൊക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. ലൈക്ക് ഓവറായാൽ എല്ലാം നല്ലതാണ്, പക്ഷേ ഓവറായാൽ ജസ്റ്റ് ലൈക്ക് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് വെൻ യു ആർ നോട്ട് ഏബിൾ ടു പ്രോസസ് ഇറ്റ്, നിങ്ങളുടെ മൊത്തത്തിൽ എന്നാ തലച്ചോറ് തന്നെ ഒന്ന് അഴുകി പോകുന്ന ഒരവസ്ഥയാവും. ലൈക്ക് പ്രോപ്പറായിട്ട് ഒന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്നൊരു പ്രോപ്പറായിട്ട് ലൈഫിനെ ഒരു മീനിങ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റത്തില്ല. എത്ര ഇൻഫർമേഷൻ നമ്മൾ എടുത്താലും അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഓഫ് എനി യൂസ്. ആർക്കും ഒരു ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കുറച്ച് ലൈക്ക് പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും കുറച്ചും കൂടെ പ്രസൻസിൽ വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഐ തിങ്ക് ദിസ് ക്യാൻ കീപ് മീ മോർ അക്കൗണ്ടബിൾ ടു ഡു ദാറ്റ്. ആൻഡ് ഈ ക്രിയേറ്റീവായിട്ടുള്ള എനർജി കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ റാദർ ദാൻ ഈ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാണ്ട് എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, ലൈക്ക് അതിനെക്കാട്ടിയും ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ആൻഡ് ഞാൻ ചെയ്യുന്നതിൽ കൂടെ വേറെ ആൾക്കൊരു ഉപകാരവും കൂടെ ഉണ്ടാവുന്നെങ്കിൽ അത് ഭയങ്കര വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും എനിക്ക് ഉണ്ടാകുന്നത്. ഒരാളുടെ ലൈഫിനെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു 0.01% പോലും ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഡീൽ ഫോർ മീ പേഴ്സണലി. ആൻഡ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ബുക്സ്. ഐ റിയലി ലൈക്ക് റീഡിങ് ബുക്സ്. ഓരോ ബുക്ക് വായിക്കുമ്പോഴും ഞാൻ കൂടുതൽ നോൺ ഫിക്ഷൻ ബുക്സാണ് വായിക്കാറുള്ളത്. എനിക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ നോക്കും വായിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ആക്ച്വലി ലൈഫിന് ഭയങ്കര ഒരു ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുക്സുകൾ വായിക്കാൻ ഇതൊരു മോട്ടിവേഷനായിട്ട് കാണുന്നു. ബിക്കോസ് ഐ തിങ്ക് ഞാൻ വായിക്കുന്ന നല്ല ബുക്സ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതിൽ മെയിനായിട്ടുള്ള പോയിൻറ്റുകൾ എനിക്ക് നിങ്ങൾക്ക് ലൈക്ക് എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാം, ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തേ, നിങ്ങൾക്ക് എനിക്ക് തിരിച്ചും ഫീഡ്ബാക്ക് തരാൻ പറ്റും. ഹൗ ഐ ക്യാൻ ഡു ദാറ്റ് ബെറ്റർ. ലൈക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിറ്റി ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
പിന്നെ ഡെഫിനറ്റ്ലി ആക്ച്വലി ഐ ആം എ റിയലി അംബിഷ്യസ് പേഴ്സൺ. ഇക്കാരസ് എന്ന് പറയുന്ന ഒരു ആളുടെ തന്നെ ഞാനിപ്പം ഗ്രീക്ക് ഫിലോസഫിയിലെ പുള്ളിക്കാരനാണ്. ലൈക്ക് പുള്ളിക്കാരൻ ഹി വാസ് വെരി അംബിഷ്യസ്. ഗ്രീക്ക് ഫിലോസഫിയിൽ പറയുമ്പോഴത്തേക്കും ഗ്രീക്ക് മിത്തോളജിയിൽ ഈ പറക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അന്നൊന്നും ആർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോഴത്തേക്കും പറക്കുന്നത് ഈസ് ഇക്വലൻ ടു ഗോഡ് എന്നുള്ള രീതിയിലാണ് അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് ഇക്വലൻ ടു ഗോഡ്. യുവർ എബിലിറ്റി ടു ഫ്ലൈ എന്ന് വെച്ചാൽ ഒരു ഗോഡ്ലി എബിലിറ്റിയാണ്, ഒരു ഡിവൈൻ എബിലിറ്റിയാണ്. പക്ഷെ അന്ന് ഇക്കാരസ് വാസ് അംബിഷ്യസ് ഇനഫ് ടു ഫ്ലൈ ദാറ്റ് ഹൈ. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് അന്ന് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പുള്ളിക്കാരൻ്റെ അച്ഛനൊരു വലിയൊരു എൻജിനീയർ പോലത്തെ പുള്ളിയായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ മെഴുകും കുറേ തൂവലൊക്കെ വെച്ച് പുള്ളിക്കാരൻ്റെ അച്ഛൻ പുള്ളിക്കാരന് ഒരു ചിറകുണ്ടാക്കി കൊടുത്തു. ഇത് അവിടെ ആക്ച്വലി ഒരു വലിയ കഥയാണ്. അവിടെ ഒരു കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഈ പറക്കുന്നതിന് ആ യൂഫോറിയയിൽ പുള്ളിക്കാരൻ എയിംഡ് ഹൈ. എന്നിട്ട് പുള്ളിക്കാരൻ ഏറ്റവും മുകളിലോട്ട് പറന്നു. അപ്പോഴത്തേക്കും പറന്നിട്ട് പുള്ളിക്കാരൻ്റെ മെഴുകെല്ലാം ഉരുകിപ്പോയപ്പോഴത്തേക്കും ചിറകിലെ തൂവൽ പോയി പുള്ളിക്കാരൻ താഴെ വീണ് മരിക്കുന്നതായിട്ടാണ് കഥ വരുന്നത് ആക്ച്വലി. പക്ഷേ അതിൻ്റെ അതാണ് ജനറൽ പബ്ലിക് അങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്. പക്ഷേ അതിൽ പല പോയിറ്റ്സ് പല രീതിയിൽ അതിനെ എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് റോബർട്ട് വുഡ്സ് ആണെന്നാണ് പുള്ളിയുടെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ടു ഡൈ ദാറ്റ് വേ. ലൈക്ക് നമ്മൾ എന്താണ് ഈ സൂര്യൻ്റെ കിരണങ്ങൾ നമ്മൾ ദേഹത്ത് കൊണ്ട് പൊള്ളുന്ന അത് വെച്ചിട്ട് മരിക്കുന്നതാണ് ആക്ച്വലി ബെറ്റർ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇറ്റ്സ് ബെറ്റർ ടു ഡൈ അംബിഷ്യസ്. അത്രയും നമ്മൾ ഡ്രീം ചെയ്തുകൊണ്ട് മരിക്കുന്നതാണ് ആക്ച്വലി നല്ലത്. ആക്ച്വലി ഇക്കാരസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഡ്രീമറായിരുന്നു. ആൻഡ് ഒരു നിമിഷത്തിലാണെങ്കിൽ പോലും വെൻ ഹി വാസ് അറ്റ് എപ്പിറ്റോമ, സൂര്യൻ്റെ ഏറ്റവും അടുക്കിയിരിക്കുന്ന സമയത്ത് ഹി ക്യാൻ ബി കൺസിഡേർഡ് ഡിവൈൻ, ഒരു ഗോഡ്ലി ഒരു ഫിഗറായിട്ട് ആ ടൈമിൽ ആ സെക്കൻഡിലാണെങ്കിൽ പോലും കാണാം. സോ ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ദ സാക്രിഫൈസ്. പുള്ളിക്കാരൻ പോയി ലൈക്ക് ഈവൻ ഡെത്ത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കാരസിൻ്റെ പേരിൽ തന്നെ എൻ്റെ ലൈക്ക് ചാനലിനെ നെയിം ചെയ്യാമെന്ന് വിചാരിച്ചത്. ബേസിക്കലി എനിക്ക് കുറേ അംബിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ആൻഡ് ഇതിൽ കൂടെ ഐ തിങ്ക് ഐ ക്യാൻ മീറ്റ് എ ലോട്ട് ഓഫ് അംബിഷ്യസ് പീപ്പിൾ. കുറേ ആൾക്കാരെ അംബിഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല എൻ്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് എയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി ദിസ് ഇസ് നോട്ട് ഒരു മോണിറ്ററി ചാനലായിട്ടല്ല ഞാൻ വയ്ക്കുന്നത്. ലൈക്ക് മണി ഈസ് ഗുഡ്, മണി ഈസ് പവർ. മണി വരുന്നത് ആക്ച്വലി നല്ലതാണ്. പക്ഷേ മോർ ദാൻ ദാറ്റ് എനിക്കിതൊരു ഐ വോണ്ട് ടു ഗീവ് ഔട്ട് ടു സൊസൈറ്റി. ലൈക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് മാർക്കസ് ഒറേലിയസിൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ബുക്കാണ്. ആ ബുക്കിനകത്തൊരു കോട്ട് ഉണ്ടായി. ആക്ച്വലി men are born for the sake of each other, so either teach or tolerate. സോ ആക്ച്വലി നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ എന്നിട്ട് മരിച്ചു. ദാറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ് ടു ബി ഓണസ്റ്റ്. ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ട് ലോകത്തിനോട്ടൊന്നും കൊടുക്കാണ്ട് ചുമ്മാ ജീവിച്ച് കുറേ സുഖമൊക്കെ അനുഭവിച്ചു മരിച്ചു. ലൈക്ക് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതിനൊരു അർത്ഥമില്ല. അല്ലേ, ജീവിതത്തിന് ഒരു അർത്ഥമില്ലായ്മയാവും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു. ഞാനൊരു വലിയൊരു അടിപൊളി ചങ്ങായി അല്ല ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. ഇതിൽ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ പോലെ എനിക്ക് എന്തെങ്കിലും തിരിച്ച് സൊസൈറ്റിയിലോട്ട് കൊടുക്കാൻ പറ്റിയ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ് ഫോർ മീ. ഓക്കെ, ആൻഡ് ഐ വോണ്ട് ബി ഷോയിങ് മൈ ഫേസ്. ഐ ആം ഇക്കാരസ്. ബേസിക്കലി ഞാനാണ് ഇക്കാരസ്. എൻ്റെ പേരാണ് ഇക്കാരസ്. മൈ പെർസോണ ഹിയർ ഇസ് ഇക്കാരസ്. ആൻഡ് ഐ വോണ്ട് ബി ഷോയിങ് മൈ ഫേസ് ബിക്കോസ് ഐ റിയലി വാല്യൂ മൈ അനോണിമിറ്റി. ആൻഡ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളടുക്ക് കുറച്ചും കൂടെ റോ ആയിട്ടും പേടിയില്ലാതെ സംസാരിക്കാൻ പറ്റും. എനിക്ക് അത് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനപ്പം പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാണ്. എനിക്ക് തന്നെ ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഡ്രീംസ് ഉണ്ട് ആക്ച്വലി. അതൊക്കെ എനിക്ക് പെർസ്യൂ ചെയ്യണമെന്നുണ്ട്. അതിനെ എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനും അതിന് എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടാനും അത് എനിക്ക് കുറച്ച് ആൾക്കാരെ ലൈഫിലെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത്ര മാത്രമേ ഞാൻ ഈ ചാനൽ വെച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് ബേസിക്കലി ഷോളെന്ന് വെച്ചാൽ ഞാൻ ലൈഫിലൊരു ഭയങ്കര അറൗണ്ട് ഒരു 3 years ബാക്ക് ലൈഫിൽ ഏറ്റവും ഡൗൺ സിറ്റുവേഷനിലായിരുന്നു. കുറേ ഒരു ക്ലിനിക്കൽ ഡിപ്രഷനിൽ കൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. എന്തിലും ലൈഫിന് എന്താണ് മീനിങ്, ഭയങ്കര നിഹിലിസ്റ്റിക് ആയിട്ടുള്ളൊരു വേയിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ബട്ട് എൻ്റെ കൂടെ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നത് കൊണ്ടും എനിക്ക് ലൈക്ക് ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ലക്കി. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ
ഞാൻ അതിൻ്റെ ഒരു എസെൻസ് മനസ്സിലാക്കി, ആ ഫൈറ്റിങ്ങിൻ്റെയും ആ സ്ട്രഗിളിൻ്റെയൊക്കെ ബ്യൂട്ടി മനസ്സിലായി. എനിക്ക് കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യാൻ പറ്റി. സോ ആക്ച്വലി റിയലി ലവ് സ്ട്രഗിൾ എന്ന് പറയുന്ന കാര്യം. ആൻഡ് മോർ ദാൻ ദ ഫ്രൂട്ട്സ് ഓഫ് ഇറ്റ്, മോർ ദാൻ എൻജോയിങ് ദ ഫ്രൂട്ട്സ് ഓഫ് മൈ സ്ട്രഗിൾ, ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിൻ്റെ പിറകെ പോകുന്ന ആ ജേർണി ഐ റിയലി എൻജോയ്. ആൻഡ് ഐ തിങ്ക് അതാണ് എനിക്കിവിടെ ബേസിക്കലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. ഞാൻ പറഞ്ഞ പോലെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ മേക്കിംഗ് എ വീഡിയോ. ആൻഡ് ഇഫ് ഐ ക്യാൻ മേക്ക് എ 0.1% ചേഞ്ച് ഇൻ മൈ ലൈഫ് ഓർ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ലൈഫ്, I don't know who you guys are, that will be really എന്നാ മരിക്കാൻ നേരത്തെ ഇത്തിരി ഹാപ്പി ആവുന്ന ഒരു കാര്യമായിരിക്കും ഇത്തിരി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഐ ജസ്റ്റ് വാണ്ട് ടു ബി മോർ കൺസിസ്റ്റൻറ്റ്. എനിക്ക് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരിലും ഏറ്റവും കുറവായിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് എനിക്കാണെങ്കിൽ ഐ നോ ഐ എം നോട്ട് ദാറ്റ് കൺസിസ്റ്റൻറ്റ്, ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. ബട്ട് ഒരു ലൈക്ക് മനുഷ്യന്മാർ പോകുന്നതാണെങ്കിൽ ഈ ഗ്രാഫ്സ് ഒക്കെ പോകുന്ന പോലെ ലൈക്ക് എപ്പോഴും ഒരു പീക്ക് പൊസിഷൻ ഉണ്ടാവും, ദെൻ വിൽ ഗോ ഡൗൺ. ബട്ട് നമ്മൾ ഓവറോള് ഈ ഗ്രാഫ് പീക്കായിട്ട് നിർത്തിയാൽ തന്നെ ധാരാളമാണ്. ഓൾവേസ് ദർ വിൽ ബി ടൈം ഓഫ് നമ്മൾ ഡൗൺ ആവുന്ന സമയം എപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യത്തിൽ 100% ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഐ തിങ്ക് ഓവറോൾ ലൈഫിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും നമ്മുടെ മോഷൻ. എപ്പോഴെങ്കിലും ഒരു മൂവ്മെൻ്റ് എങ്കിലും ഉണ്ടാവും ലൈഫിൽ, മുന്നോട്ടായിരിക്കും മൂവ്മെൻറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഞാനിവിടെ കുറേ ക്രേസി കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ വായിക്കുന്ന ബുക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ലൈഫിലുണ്ട്. സോ അവരെയൊക്കെ ആയിട്ട് അവരുടെ തോട്ട്സൊക്കെ ഇതിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിലും I think it will be good. Yeah, that's all. Thank you for listening. Thank you for tuning in. Tschüss, auf Wiedersehen.